ഒരു തങ്കം പിടിച്ചൊരു കുഞ്ഞുമോളായിരുന്നു. പിന്നെ അവൾ ഒരുപാട് വാതിലുകളൊക്കെ മുട്ടി, എല്ലാവരും അടച്ചു പോയി. അപ്പം അത് സഹിക്കാൻ വയ്യാത്ത അന്തരീക്ഷമായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഹൃദയം പൊട്ടിയിരിക്കുകയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വളരെ വേദനയുണ്ട്. അവൾ പല സ്ഥലങ്ങളിലും പല ജോലിക്കും ഒക്കെ ശ്രമിച്ചതാ, ഒന്നും നടന്നില്ല. അത് അവളുടെ ഭർത്താവിൻ്റെ ആളുകൾ തന്നെ അത് തടസ്സപ്പെടുത്തിയെന്നാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇതിൽ അച്ഛനുണ്ട്, അവനെ അതെല്ലാം കാരണക്കാരനാണ്. അപ്പൊ അവർക്ക് ഒരു നിലനിൽപ്പ് ഇല്ല എന്നൊരു കണ്ടീഷൻ വന്നു എന്നുള്ളത് കണ്ട പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയത് കൊണ്ട് ചിലപ്പോൾ ഇതിന് മുതിർന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അച്ഛനെ ഇങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിച്ച് കാരിത്താസി പണിക്ക് പോയിട്ട് പണി കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ ഒരേ വാതിൽ മുട്ടിക്കുവാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയായിപ്പോയി. അതേ ഈ മരണത്തിലേക്ക് കടന്നുപോയി. കാരണം ഇത്ര വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന് പറയുന്നവരുടെ വീട്ട് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താണ് ഈ ഒരു കേസിൽ കാരണമായത്, എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു ഇതിനുള്ള പുറകിൽ, നാട്ടുകാർക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഒരു തങ്കം പിടിച്ചൊരു കുഞ്ഞുമോളായിരുന്നു. പിന്നെ അവൾ ഒരുപാട് വാതിലുകളൊക്കെ മുട്ടി, എല്ലാവരും അടച്ചു പോയി. അപ്പം അത് സഹിക്കാൻ വയ്യാത്ത അന്തരീക്ഷമായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഹൃദയം പൊട്ടിയിരിക്കുകയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വളരെ വേദനയുണ്ട്. അവൾ പല സ്ഥലങ്ങളിലും പല ജോലിക്കും ഒക്കെ ശ്രമിച്ചതാ, ഒന്നും നടന്നില്ല. അത് അവളുടെ ഭർത്താവിൻ്റെ ആളുകൾ തന്നെ അത് തടസ്സപ്പെടുത്തിയെന്നാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇതിൽ അച്ഛനുണ്ട്, അവനെ അതെല്ലാം കാരണക്കാരനാണ് അറിയാൻ സാധിച്ചു. ഞങ്ങളുമായിട്ട് വലിയ അടുപ്പമാണ്. കുട്ടികളൊക്കെ ഇപ്പാടിയ മള ഇവിടെ വന്നത് ഇപ്പൊ ഇത്രയും ദിവസമല്ലേ ആവുള്ളൂ. അതാ കെട്ടിച്ച് തൊടുപുഴയല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. പിന്നെ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞത് കൊറോണ സമയത്ത് അയാളെ ഇവിടെ കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അല്ലാതെ ഞങ്ങളുമായിട്ട് ഒരു സഹകരണമില്ല. ഞാൻ പാവപ്പാടെ ഇപ്പൊ ഇതിനകത്താണ് ഈ ഫോട്ടോ കാണുമായിരുന്നു, ഈ വാർത്തക്കകത്തൊക്കെ കാണാം. അങ്ങനെ അറിയാം. ആരാ മോളോ? ആടെ എല്ലാം ഇതിനെ ഉപദ്രവിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. അവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്ന ഇതാ. ഏത് സമയത്ത് അവിടുത്തെ ഒരു വേലക്കാരി പോരായി കൊച്ചവിടെ നിന്ന് നല്ല സഹിച്ച് നിന്ന് നിൽക്കുമായിരുന്നു. ഞങ്ങൾ സഹിയിട്ട് അങ്ങനെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞാൽ ഇവർ പോയി കാറും കൊണ്ടുപോയി കൊണ്ടുവന്നത്. അച്ഛനെ ഇങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിച്ച് കാരിത്താസി പണിക്ക് പോയിട്ട് പണി കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ ഒരേ വാതിൽ മുട്ടിക്കുവാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയായിപ്പോയി. അതേ ഈ മരണത്തിലേക്ക് കടന്നുപോയി. നമ്മളെ ഹൃദയം പൊട്ടുക കാണുമ്പോഴത്തേക്ക്. അല്ല മോളെ, അപ്പൊ എല്ലായിടത്തും അവിടെ ജോലി പ്രശ്നത്തിന് എന്നിടത്തെല്ലാം വാതിൽ അടച്ചില്ലേ. ഇപ്പം നമ്മൾ തന്നെ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായാൽ നമുക്ക് തന്നെ മാനസികമായ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞ പോലെ അവിടെ സമനില തെറ്റിപ്പോയി. ഇനി ഞാൻ എന്നാ ചെയ്യുമെന്നുള്ള ഇതായി. അതിനെ പഠിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് അവർ ജോലിക്കാർ, അവർ വലിയ സൗകര്യമൊക്കെ ഉള്ളവരാന്ന് പറയുന്നത്. അവിടെ പറമ്പിലെ വലിയൊരു വേലക്കാരിയായിരുന്ന അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അതന്നെ ഞാനിത് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ആളുകളുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കുമായിരുന്നു, കരഞ്ഞ് കാണിക്കുമായിരുന്നു എനിക്ക് വേദനയുണ്ടെന്നുള്ളത്. അത് ചുമ്മാ ആളുകളൊക്കെ കൂടെ തിന്നടാ കൊല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെള്ളമായിരുന്നു ആ ഇത് കൊണ്ടുവന്നപ്പോഴേ. അങ്ങനെ പിന്നെ ഒരു മോനുള്ള അവനെ കൊണ്ട് പോയി കേസ് പഠിപ്പിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊരു കുറച്ചാളായിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. കൂടുതൽ ഇപ്പം നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം വീട്ടിൽ നമ്മളിപ്പം എല്ലാവരും അവരുടെ കാര്യങ്ങളായിട്ട് ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിന് ശേഷം അന്ന് ഞങ്ങൾ ഇത് കേട്ട് ശരിക്കും ഷോക്കായി പോയി. ചെറുപ്പം പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴൊക്കെ കാണുന്നതാണ്. പിന്നെ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. ഇവർ ഇവിടുത്തെ പലയിടത്തും ജോലിക്കൊക്കെ ശ്രമിച്ചിരുന്നു, അങ്ങനെ കിട്ടിയില്ലെന്നുള്ള ഇതൊക്കെ അറിയാം. എന്നുള്ളതിന് കൂടുതലായിട്ട് അതിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. പിന്നെ ഇതിപ്പം നിങ്ങളെ പോലെ തന്നെ ഈ ഇങ്ങനൊരു ഇതിന് മുതിർന്നത് വളരെ വേദനാജനകമായി പോയി. കാരണം ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം ജോലി കിട്ടാനുള്ള ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ അത്യാവശ്യം വേണ്ട എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പം ഒരു BSc നേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനൊരു ഇതിന് മുതിർന്നത് വളരെ വിഷമമായിപ്പോയി. അപ്പോൾ ഇവിടെ ഈ നാട്ടുകാർക്കെല്ലാം വളരെ അത് ഒരു ഞെട്ടിക്കുന്ന ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 9:30 ഓടുകൂടിയാണ് വിവരങ്ങൾ അറിയുന്നത്. ശരിക്കും അത് ഒരു ഷോക്കായിപ്പോയി.
പിന്നെ കുഞ്ഞുങ്ങളെ കണ്ട ഓമന 2 കുഞ്ഞുങ്ങളാണ് അവരിങ്ങനെ ഇതിന് മുതിർന്നത് വളരെ നമുക്കത് താങ്ങാനാവാത്തൊരു ഇതാണ്. കൂടുതലായിട്ട് അവരുടെ ഫാമിലിയെ പറ്റി കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനായിട്ടില്ല. പിന്നെ മറ്റേ ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് അല്ല, ശേഷം അങ്ങനെയുള്ള എന്തെങ്കിലും അത് പ്രശ്നങ്ങളുള്ളത് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. അറിയത്തില്ല. കാരണം ഞാനും കുറച്ചാളെ ഇപ്പോൾ ഒരു 2-2.5 വർഷമായിട്ട് ഇവിടെ നാട്ടിലുള്ളൂ. ഉം, ഉം, ഉം. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുകയും ചെയ്യും ഉള്ളൂ. ഉം, പുറത്തോട്ട് പോകുമ്പോഴൊക്കെ മിക്കവാറും അത് കാണാറുണ്ട്. ഉം. പേഴ്സണലി അവരുടെ കുറിച്ചൊന്നും അറിയില്ല. ഇല്ലില്ല, കൂടുതലായിട്ടുള്ള കുടുംബ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തോ സംതിങ് ഉണ്ടെന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചകഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ഉം, ഉം, ഉം. ഇപ്പം മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ ആ, ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു എന്തെങ്കിലും ഇപ്പൊ ഈ ജോലി കിട്ടാത്തതിന്റെ പേരിലാണ് അപ്പോൾ അവർക്ക് ഒരു നിലനിൽപ്പ് ഇല്ല എന്നൊരു കണ്ടീഷൻ വന്നു എന്നുള്ളത് കണ്ട പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയത് കൊണ്ട് ഉം. ചിലപ്പോൾ ഇതിന് മുതിർന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ അല്ലെങ്കിൽ ഈ കുടുംബ പ്രശ്നമാണ് നിങ്ങൾ അതും വിശ്വസിക്കുന്നത്? അതും ഒരു കാരണമാകാം. കാരണം കുടുംബത്തിലുള്ള ഇഷ്യൂസും ഒരു ഈ കാരണമാണ്. കേസിൽ തന്നെ മറ്റേ ഫാദറിന്റെ പേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലെങ്ങനെ? അതല്ല, അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോഴും മീഡിയയിൽ കൂടെയൊക്കെയാണ്, ന്യൂസുകളിൽ കൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. ഉം.